വളരെ അഭിമാനത്തോടെ ഞാൻ വീട്ടിലേക്ക് ഒരു ദിവസം കയറി ചെല്ലുന്നു. അച്ഛൻ അവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, ധ്യാൻ ഒന്ന് അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. സാധാരണ അങ്ങനെയൊന്നും അങ്ങനെ വിളിച്ച് സംസാരിക്കാത്ത ആൾ എന്നോട് പറഞ്ഞു, ധ്യാനിൻ്റെ കഴിഞ്ഞൊരു സിനിമ ഞാനും വിമലയും ഒന്ന് ടി വിയിൽ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാനൊന്ന് ഞെട്ടി, അയ്യോ പാളിയല്ലോ. എന്നോട് ചോദിച്ചു, ആരാ ഇതിൻ്റെ പ്രൊഡ്യൂസർ ധ്യാൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ അതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ, ഇവരെ പോലത്തെ പ്രൊഡ്യൂസർ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ജീവിച്ചു പോകുന്നത്. മണ്ടന്മാരായ പ്രൊഡ്യൂസർ എന്ന് ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിക്കില്ല ദിനേശ് ചേട്ടാ. ഞാൻ പറഞ്ഞു ദിനേശ് ചേട്ടാന്ന്. ഞാൻ പറഞ്ഞു, അച്ഛാ ഇവരൊക്കെ ഉള്ളത് കൊണ്ടല്ലേ അച്ഛാ നമ്മൾ ജീവിക്കുന്നത്, ഇതിലും ഭേദം ധ്യാൻ മരിക്കുന്നതാണെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു. ഓ, ഞാൻ കേട്ട ഉടനെ എന്തൊരു ഡാർക്ക്. പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ വീണ്ടും മേലോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ എന്നോട് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു, ധ്യാൻ നാളെ അമ്മയുടെ മീറ്റിംഗ് ഉണ്ട്, അവിടെ അവശ്യ കലാകാരന്മാർക്ക് 5000 രൂപ വെച്ചിട്ട് അമ്മ മാസം മാസം കൊടുക്കുന്നുണ്ട്, ധ്യാൻ പോയി വേണമെങ്കിൽ അത് വാങ്ങിച്ചു, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു. വീണ്ടും അപമാനം. ഇത് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഇതാണ് ഞാനും അദ്ദേഹം ഉണ്ടായിട്ടുള്ള അവസാനത്തെ കോൺവെർസേഷൻ. അതിൽ വരെ ഈ നർമ്മവും. അങ്ങനെ എന്നെ ക്ഷണിക്കാത്ത വീടും ആ പറമ്പും ആ പാടവും എന്നെ ഏൽപ്പിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ പുള്ളി പോയി. അപ്പോൾ ഇനി ബാക്കി ലക്ഷ്മി വരേണ്ട. എൻ്റെ 10 മിനിറ്റ് കഴിഞ്ഞില്ലേ? അല്ല 10 മിനിറ്റ് കഴിഞ്ഞില്ലേ എന്ന്. 10 മിനിറ്റ് ധ്യാൻ സമയമൊക്കെ മറന്നു കേട്ടോ. ധ്യാന്റെ ലൈഫിൽ ഓരോ കഥകളും ഇങ്ങനെ പറഞ്ഞു കഥ പറഞ്ഞ് ബോറടിച്ചോ? ഇല്ലില്ല, ഞാൻ ബോറായോ? ഞാൻ കുറച്ച് ഇമോഷണൽ ആയി പോയി. ലാസ്റ്റ് ചെറുതായിട്ട് ഇമോഷനായി. അതെ, അച്ഛന്റെ കാര്യം പറഞ്ഞ പോലെ നസീർക്ക, അച്ഛന്റെ കാര്യം